ഹരേ രാമ. മാരീച, താങ്കൾ മനോഹരമായ ഒരു സ്വർണ്ണമാനിൻ്റെ രൂപം ധരിക്കുക. മായാമൃഗത്തെ കണ്ടാൽ സീത മോഹിക്കും. സീതയുടെ ആഗ്രഹപ്രകാരം രാമൻ അതിനെ പിടിക്കാൻ പുറപ്പെടും. രാമൻ ദൂരത്തെത്തിയാൽ നീ സീതയെ ലക്ഷ്മണ എന്ന് ഉച്ചത്തിൽ കരയണം. അത് കേട്ട് ലക്ഷ്മണൻ രാമനെ തേടി വരും. സീത തനിച്ചാകുമ്പോൾ ഞാൻ അവിടെ എത്തി അവളെ അപഹരിച്ചു കൊള്ളാം. രാവണൻ മാരീചനോട് പറഞ്ഞു. ഇത് കേട്ട് മാരീചന് തളർന്നിരുന്നു. അനുസരിച്ചില്ലെങ്കിൽ രാവണൻ കൊല്ലും, അനുസരിച്ചാൽ രാമനാൽ വധിക്കപ്പെടും. എൻ്റെ മരണം ആസന്നമായിരിക്കുന്നു. ദുഷ്ടന്റെ കൈകൊണ്ട് മരിക്കുന്നതിലും നല്ലത് ധർമ്മവിഗ്രഹമായ രാമൻ്റെ കൈകൊണ്ട് മരിക്കുന്നത് തന്നെയാണ്. മാരീചൻ നിമിഷം കൊണ്ട് ഇന്ദ്രനീലത്തിനെ പോലെ തിളക്കമുള്ള മാനായി മാറി. രാമാശ്രമത്തിൻ്റെ മുറ്റത്ത് പോയി കറങ്ങി നടക്കാൻ തുടങ്ങി. സീത ആശ്രമത്തിൻ്റെ പുറത്തേക്ക് വന്നപ്പോൾ തന്നെ സുന്ദരിയായ മാനിനെ കണ്ടു. അതിൻ്റെ സൗന്ദര്യത്തിൽ, അതിൻ്റെ കുണുങ്ങിയുള്ള നടത്തത്തിൽ സീത ലയിച്ചിരുന്നു പോയി. രാമനെയും ലക്ഷ്മണനെയും വിളിച്ചു കാണിച്ചു കൊടുത്തു. കണ്ടപാടെ ലക്ഷ്മണൻ പറഞ്ഞു, ഇത് രാക്ഷസന്റെ മായ പോലെ തോന്നുന്നു. ഒരുപക്ഷെ മാരീചൻ വേഷം മാറി വന്നതായിരിക്കാം. ഇത്ര രത്നസമാനമായ ഒരു മാനിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടേയില്ല. ഇതെന്തോ മായാവിദ്യ തന്നെയാണ്. ലക്ഷ്മണന്റെ സംശയം ഇരട്ടിച്ചു. തനിക്കതിനെ വേണമെന്നായി സീത. നമ്മളോടൊപ്പം നമുക്കതിനെ വളർത്താം, സ്വന്തമാക്കാം. ഉത്തമയായ സ്ത്രീക്ക് ഒന്നിനോടും അമിതമായ ആഗ്രഹം പാടില്ലെന്നറിയാം ആര്യ. എന്നാലും എനിക്കതിനെ സ്വന്തമാക്കാൻ മോഹം തോന്നുന്നു. അത്ര സുന്ദരമായ മാനിനെ കണ്ടിട്ട് ആഗ്രഹം തോന്നിയതിൽ രാമനും അത്ഭുതമൊന്നും തോന്നിയില്ല. അവൾ പെൺകുട്ടിയല്ലേ. ഇത്തരം കാര്യങ്ങളിൽ ആഗ്രഹം തോന്നുന്നത് സ്വാഭാവികമാണ് ലക്ഷ്മണ, രാമൻ പറഞ്ഞു. ഇനി അഥവാ രാക്ഷസനാണെങ്കിൽ തന്നെ അതിനെ നിഗ്രഹിക്കുകയുമാകാം. അഗസ്ത്യന്റെ വയറ്റിൽ കുടുങ്ങിയ വാതാപിയുടെ അവസ്ഥയാകും ഈ രാക്ഷസന്റെ ഗതിയുമെന്നും രാമൻ പറഞ്ഞു. ഇതുവരെ ഒരാഗ്രഹവും സീത പ്രകടിപ്പിച്ചില്ലല്ലോ. ലക്ഷ്മണ, നീ സീതയെ സംരക്ഷിക്കൂ. ഞാൻ ആ മാനിനെ ജീവനോടെ പിടിച്ചുകൊണ്ടുവരാം. രാക്ഷസനാണെങ്കിൽ നിഗ്രഹിച്ചും വരാം, രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു. നീ ആശ്രമത്തിൽ സീതയെ സംരക്ഷിക്കുക. കൂടെ ജടായുവും ഉണ്ടല്ലോ. ഇത്രയും പറഞ്ഞ് രാമൻ ആയുധങ്ങളും എടുത്ത് മാനിന്റെ പിന്നാലെ യാത്രയായി. ആയുധധാരിയായ രാമനെ കണ്ടപ്പോൾ തന്നെ മാരീചന്റെ നെഞ്ചിടിച്ചു. അടിമുടി വിറക്കാൻ തുടങ്ങി. എങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിച്ചുകൊണ്ട് അത് രാമനെയും മോഹിപ്പിച്ചു. കുറച്ചുനേരം മാനിന്റെ പിന്നാലെ നടന്ന രാമൻ മാനിന്റെ വേഗം കൂടിയപ്പോൾ ഓടുകയും ചെയ്തു. ഇടയ്ക്കിടെ അപ്രത്യക്ഷമാകുന്ന ആ മാൻ ഒരു രാക്ഷസൻ തന്നെയാണെന്ന് രാമന് മനസ്സിലായി. രാമന്റെ കണ്ണുകളിൽ ക്രോധം ജ്വലിച്ചു. ബാണമെടുത്ത് മാനിനെ ലക്ഷ്യമാക്കി തൊടുത്തു. അമ്പേറ്റ മാരീചൻ രാക്ഷസ രൂപത്തിൽ നിലത്തു വീണു. വീണുകിടന്നിടത്തു നിന്ന് അയാൾ ഉച്ചത്തിൽ അലറിക്കരഞ്ഞു. ഹാ സീതേ, ലക്ഷ്മണ, ഈ രാക്ഷസന്മാരിതാ എന്നെ കൊല്ലുന്നേ. രാമന്റെ അതേ ശബ്ദത്തിലാണ് മാരീചൻ സീതയെയും ലക്ഷ്മണനെയും വിളിച്ചു കരഞ്ഞത്. അമ്പേറ്റ മാൻ മാരീചനായി മാറിയപ്പോൾ രാമൻ ലക്ഷ്മണൻ പറഞ്ഞതോർത്തു. ലക്ഷ്മണന്റെ ബുദ്ധിയെ രാമൻ മനസ്സാ പ്രശംസിച്ചു. വേഗം തിരിച്ച് ആശ്രമത്തിലേക്ക് നടന്നു. രാമന്റെ ശബ്ദത്തിലുള്ള ആർത്തനാദം കേട്ടപ്പോൾ സീത ലക്ഷ്മണനോട് പറഞ്ഞു, അനുജ, വേഗം പോയി നോക്കൂ. എൻ്റെ രാമൻ എന്തോ ആപത്ത് വന്നിരിക്കുന്നു. രാക്ഷസക്കൂട്ടം രാമനെ ആക്രമിച്ചോ ഭഗവാനെ. മറ്റെന്തോ ചെയ്തുകൊണ്ടിരുന്ന ലക്ഷ്മണൻ സീതയുടെ വാക്കുകളെ അത്ര കാര്യമാക്കിയില്ല. തന്നെ ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നിയ സീതയ്ക്ക് കോപം വന്നു. ആപത്തിൽപ്പെട്ട ഏട്ടനെ രക്ഷിക്കാൻ നിനക്ക് തോന്നുന്നില്ലെന്നു. നിന്റെ ഏട്ടന്റെ അന്ത്യത്തെയാണോ നീ ആഗ്രഹിക്കുന്നത്? സീതയുടെ പെരുമാറ്റം കണ്ട് ലക്ഷ്മണൻ ഭയന്നു വിറച്ചു. കരഞ്ഞുകൊണ്ട് സീതയോട് പറഞ്ഞു, ദേവി, എൻ്റെ ഏട്ടനെ, അങ്ങയുടെ ഭർത്താവിനെ പരാജയപ്പെടുത്താൻ ഈ കാട്ടിലുള്ള മുഴുവൻ രാക്ഷസന്മാർ ഒന്നിച്ചു വന്നാലും സാധിക്കില്ല. ഏട്ടത്തെ അമ്മയെ ഒറ്റയ്ക്കാക്കി പോകാൻ എനിക്ക് സാധിക്കില്ല. ഇത് രാമന്റെ, എൻ്റെ ഏട്ടന്റെ ആജ്ഞയാണ്. ലക്ഷ്മണന്റെ വാക്കുകൾ കേട്ടപ്പോൾ സീതയുടെ കോപം വർദ്ധിച്ചു. വിഡ്ഢിത്തരം പറയുന്നു. നീയും കേട്ടില്ലേ എൻ്റെ രാമന്റെ കരച്ചിൽ? നിനക്ക് എങ്ങനെ ഇത്ര ലാഘവത്തോടെ ഇരിക്കാൻ കഴിയുന്നു? നിന്റെ പെരുമാറ്റം എന്നെ അത്ഭുതപ്പെടുത്തുന്നു ലക്ഷ്മണ. നീ ഇതൊക്കെ ചെയ്യുന്നത് കൈകേയി പറഞ്ഞേൽപ്പിച്ചത് കൊണ്ടാണെന്ന് എനിക്കിപ്പോൾ സംശയം തോന്നുന്നു. രാമനെ വധിച്ച് എന്നെ സ്വന്തമാക്കാനും നീ ആഗ്രഹിക്കുന്നുണ്ടോ?
അധമന്മാരിൽ പോലും അധമനായവനെ, നിന്റെ ആഗ്രഹങ്ങളൊന്നും നടക്കില്ല. രാമൻ എന്ന പുരുഷോത്തമന്റെ ഭാര്യയ്ക്ക് നിന്നെപ്പോലെയുള്ള നിന്ദ്യന്മാരെ ഒരിക്കലും ആഗ്രഹിക്കില്ല. എന്നെ നീ അനുസരിക്കുന്നില്ല എങ്കിൽ ഞാനിതാ എൻ്റെ പ്രാണൻ വെടിയുകയാണ്. സീതയുടെ വാക്കുകൾ കേട്ട ലക്ഷ്മണൻ ചെവി പൊത്തിക്കരഞ്ഞു. അമ്മേ, അങ്ങൻ്റെ ഈശ്വരിയാണ്, എനിക്കങ്ങ് സുമിത്ര തന്നെയാണ്. എന്നിട്ടും എന്നെ സംശയിച്ചല്ലോ, എന്നോടിങ്ങനെ പറയുവാൻ തോന്നിയല്ലോ. ഇത്തരം വാക്കുകൾ പറയേണ്ടി വന്ന ദേവിക്ക് എന്തോ ആപത്ത് വരാൻ പോകുന്നത് പോലെ മനസ്സ് പറയുന്നു. ഞാനിതാ ഏട്ടൻ്റെ അടുത്തേക്ക് പോവുകയാണ്. വനദേവതകളെ, നിങ്ങളെൻ്റെ ഏട്ടത്തി അമ്മയെ കാത്തുകൊള്ളണമേ. സീത എന്തൊക്കെയോ കരഞ്ഞു പറഞ്ഞുകൊണ്ടിരുന്നു. ലക്ഷ്മണൻ അതീവ ദുഃഖത്തോടെ സീതയെ തൊഴുതു നമസ്കരിച്ചു. ആവനാഴിയിൽ നിന്നും ഒരു അമ്പെടുത്ത് തറയിൽ ഒരു രേഖ വരച്ചു. ഈ വര കടന്ന് പുറത്തേക്ക് പോകരുതെന്ന് അദ്ദേഹം സീതയോട് അപേക്ഷിച്ചുകൊണ്ട് രാമനെ തേടി പുറത്തേക്ക് പോയി. ലക്ഷ്മണൻ പോയ തക്കം നോക്കി രാവണൻ ഒരു സന്യാസ വേഷത്തിൽ സീതയുടെ അടുത്തെത്തി. അടുത്തുനിന്നും സീതയെ കണ്ടപ്പോൾ മറ്റെല്ലാം ഒരു നിമിഷം മറന്നു. സീതയുടെ സൗന്ദര്യം രാവണനെ വല്ലാതെ ആകർഷിച്ചു. ആശ്രമത്തിലെത്തിയ സന്യാസിയെ സങ്കടത്തോടെയെങ്കിലും സീത സ്വീകരിച്ചു. എങ്ങനെ ഈ വനത്തിലെത്തിയെന്ന സന്യാസിയുടെ ചോദ്യത്തിന് മറുപടിയായി സീത ഇതുവരെ നടന്ന കഥകൾ മുഴുവൻ വിവരിച്ചു. കാട്ടിലേക്ക് പുറപ്പെടുന്ന സമയത്ത് രാമൻ 25 വയസ്സും തനിക്ക് 17 വയസ്സും ആയിരുന്നു എന്നുവരെ സീത രാവണനോട് പറഞ്ഞു. അങ്ങ് ആരാണ് എന്ന് ചോദിച്ചപ്പോൾ രാവണൻ സത്യം പറഞ്ഞു. 3 ലോകവും ഭയക്കുന്ന രാക്ഷസ രാജാവായ രാവണനാണ് ഞാൻ. സ്വർഗസമാനമായ ലങ്കയുടെ അധിപൻ. സീതയെ പത്നിയാക്കി രാജ്ഞിയാക്കി വാഴിക്കാം എന്ന് രാവണൻ പറഞ്ഞു. രാമൻ എന്ന നിസ്സാരനെ ഉപേക്ഷിച്ച് തൻ്റെ കൂടെ സർവ്വസുഖങ്ങളോടും കൂടി ജീവിക്കാൻ രാവണൻ സീതയെ ക്ഷണിച്ചു. ഇതൊക്കെ കേട്ടപ്പോൾ സീത കോപിഷ്ഠയായി. ഉഗ്രസിംഹത്തിൽ നിന്നും കാളസർപ്പത്തിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെട്ടെന്ന് വരാം, എന്നാൽ തൻ്റെ ധർമ്മപത്നിയെ മോഹിക്കുന്നവന് രാമനിൽ നിന്നും രക്ഷ നേടാൻ ഒരിക്കലും കഴിയില്ല. രാമൻ എന്ന സിംഹത്തിന് മുന്നിലെ കുറുക്കൻ മാത്രമാണ് നീ എന്ന് സീത രാവണനോട് പറഞ്ഞു. രാവണൻ തൻ്റെ മഹാത്മ്യങ്ങൾ സീതയെ കേൾപ്പിക്കാൻ തുടങ്ങി. എൻ്റെ മുത്തച്ഛനാണ് ബ്രഹ്മാവ്. വൈശ്രവസ് എന്ന ബ്രാഹ്മണ ശ്രേഷ്ഠന്റെ മകനാണ് ഞാൻ. സഹോദരൻ കുബേരനെ തോൽപ്പിച്ച് പുഷ്പക വിമാനം സ്വന്തമാക്കിയവൻ. പഞ്ചഭൂതങ്ങൾ പോലും തൻ്റെ ഇച്ഛയ്ക്ക് മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. സമുദ്രമധ്യത്തിലുള്ള ലങ്ക അതിസമ്പന്നമാണെന്നും സ്വർഗസമാനമാണെന്നും രാമൻ എന്ന സാധാരണ മനുഷ്യനെ ഉപേക്ഷിച്ച് തൻ്റെ കൂടെ വരണമെന്നും രാവണൻ സീതയോട് വീണ്ടും വീണ്ടും അഭ്യർത്ഥിച്ചു. സീത വഴങ്ങുന്നില്ല എന്ന് കണ്ട രാവണനിൽ ക്രോധം ചൊല്ലിച്ചു. അയാൾ തൻ്റെ രാവണ രൂപം പുറത്തെടുത്തു. ഇടതു കൈകൊണ്ട് സീതയുടെ മുടിയിൽ പിടിച്ച് വലിച്ചിഴച്ച് പുഷ്പക വിമാനത്തിലേക്ക് കയറ്റി. വിമാനം ലങ്ക ലക്ഷ്യമാക്കി പറന്നുയർന്നു. ആശ്രമമുറ്റത്ത് നിൽക്കുന്ന വൃക്ഷങ്ങളോടും ഗോദാവരി നദിയോടും രാവണൻ തന്നെ തട്ടിക്കൊണ്ടുപോയ കാര്യം രാമനെ അറിയിക്കണേ എന്ന് സീത കരഞ്ഞുകൊണ്ട് പറഞ്ഞു. സീതയുടെ കരച്ചിൽ കേട്ട ഭാഗത്തേക്ക് ജടായു പറന്നെടുത്തു. രാവണ, നീ ചെയ്യുന്നത് നിന്റെ നാശത്തിനാണ്. രാമന്റെ പത്നിയെയാണ് നീ അപഹരിക്കുന്നത്. നിന്റെ വംശം തന്നെ മുടിഞ്ഞു പോകും. ഉടനെ സീതാദേവിയെ സ്വതന്ത്രയാക്കുക. മറുപടിയായി രാവണൻ ജടായുവിനെ പരിഹസിക്കുകയാണ് ഉണ്ടായത്. തുടർന്ന് ജടായു രാവണന്റെ വിമാനത്തെ ആക്രമിച്ചു. ഘോരമായ യുദ്ധം തന്നെ നടന്നു. അവസാനം വൃദ്ധനായ ജടായു തളർന്നു. രാവണൻ ചന്ദ്രഹാസമെന്ന തൻ്റെ വാള് പുറത്തെടുത്തപ്പോൾ ജടായു തൊഴുതു നിന്നു. ഭഗവാൻ പരമേശ്വരൻ രാവണന് നൽകിയ ആയുധമാണ് ചന്ദ്രഹാസം. അതാണ് ജടായു ചന്ദ്രഹാസത്തെ ബഹുമാനിക്കാനുണ്ടായ കാരണം. വാളുകൊണ്ട് ജടായുവിൻ്റെ ചിറകരിഞ്ഞു കളഞ്ഞു രാവണൻ. ജടായു നിലത്തു വീണു. രാവണൻ സീതയുമായി ലങ്കയിലേക്ക് പറന്നു. രാമ രാമ ലക്ഷ്മണ എന്നുറക്കെ വിളിച്ചു കരഞ്ഞു സീത. എൻ്റെ പ്രിയപ്പെട്ട അനിയ, എന്നോട് മാപ്പ് നൽകൂ. നിന്നെ ഞാൻ സങ്കടപ്പെടുത്തി, അരുതാത്ത വാക്കുകൾ ഉപയോഗിച്ച് വേദനപ്പെടുത്തി. ഈ അമ്മയോട് നീ മാപ്പ് നൽകിയാലും. സീതാദേവി ആഭരണങ്ങൾ അഴിച്ച് നിലത്തേക്കിട്ടു. ഇത് രാമന് വഴികാട്ടിയാവട്ടെ എന്നവർ ആഗ്രഹിച്ചു. സമുദ്രം കടന്ന് രാവണന്റെ വിമാനം ലങ്കയിലെത്തി. സീതയെ അശോകവനിയിലാക്കി ഭയങ്കരികളായ രാക്ഷസികളെ കാവൽ നിർത്തി. താൻ അറിയാതെ ആരും സീതയെ കാണാൻ പാടില്ല എന്ന് ആജ്ഞാപിച്ചു. പിന്നീട്
8 രാക്ഷസ പ്രമുഖരെ രാമലക്ഷ്മണന്മാരുടെ നീക്കങ്ങളെ നിരീക്ഷിക്കാനായി നിയോഗിച്ചു. രാമനെ കൊല്ലാനുള്ള ഏറ്റവും നല്ല അവസരം വരുമ്പോൾ അറിയിക്കണമെന്നും രാവണൻ പറഞ്ഞു. കുറച്ചു കഴിഞ്ഞ് രാവണൻ സീതയെ കാണാൻ വന്നു. തന്റെ മഹിമകൾ വീണ്ടും പറയാൻ തുടങ്ങി. തന്റെ കൊട്ടാരത്തിലെ സൗകര്യങ്ങളെക്കുറിച്ചും സമ്പത്തിനെക്കുറിച്ചും രാവണൻ വാതോരാതെ സംസാരിച്ചു കൊണ്ടിരുന്നു. സീതയ്ക്ക് ഏറ്റവും യോഗ്യൻ താനാണെന്നും തന്നെ വരിക്കുന്നതിലൂടെ 100 യോജന വിസ്താരമുള്ള ലങ്കയുടെ രാജ്ഞിയായി മാറുമെന്നും രാവണൻ പറഞ്ഞു. ഒരു സ്ത്രീയുടെ മുന്നിലും തല താഴ്ത്താ തന്റെ പൗരുഷത്തോട് കനിവ് കാണിക്കണേ എന്ന് യാചിക്കുക കൂടി ചെയ്തു രാവണൻ. ദുഃഖഭാരത്താൽ ക്ഷീണിതയായിരുന്നുവെങ്കിലും സീതാദേവി ധീരയായി തന്നെ കാണപ്പെട്ടു. ഒരു പുൽക്കൊടിയെടുത്ത് അതിനോടെന്ന പോലെ ദേവി പറഞ്ഞു, നിന്റെ അവസാനം ഇങ്ങ് അടുത്തു തുടങ്ങിയിരിക്കുന്നു. ലങ്കയ്ക്ക് വൈധവ്യം സംഭവിക്കാൻ പോവുകയാണ്. രാമബാണത്താൽ മാറുപിളർന്നു മരിക്കാനുള്ള വിധിയായിരിക്കും നിന്റേത്. എന്റെ ഭർത്താവോ അനിയനോ ഉള്ള സമയത്തായിരുന്നു നീ എന്നെ അപഹരിക്കാൻ വന്നിരുന്നതെങ്കിൽ ഇന്ന് നീ ലോകത്ത് തന്നെ ഉണ്ടാകുമായിരുന്നില്ല. ധർമ്മമൂർത്തിയായ രാമന്റെ പത്നിയെ തൊട്ടവന് കാലം മാപ്പു നൽകില്ല. സീതയുടെ വാക്കുകൾ കേട്ട രാവണന് കോപം വന്നു. നിനക്ക് ഞാൻ 12 മാസത്തെ സമയം തരുന്നു. ആ സമയത്തിനുള്ളിൽ എന്നെ അനുസരിച്ചില്ല എങ്കിൽ നിന്നെ 100 കഷണമാക്കി വെട്ടി ഞാൻ ഭക്ഷിക്കും. ഇത് ലങ്കാധിപനായ രാവണനാണ് പറയുന്നത്. രാക്ഷസിമാരോട് സീതയ്ക്ക് കാവലിരിക്കാനും അവരെ പറഞ്ഞു വശത്താക്കാൻ ശ്രമിക്കാനും രാവണൻ ആജ്ഞാപിച്ചു. പുലിക്കൂട്ടത്തിൽപ്പെട്ട മാൻപേടയെ പോലെ സീത അശോകവനിയിലിരുന്നു. തന്റെ വിയോഗത്താൽ ദുഃഖിക്കുന്ന രാമലക്ഷ്മണന്മാരെ കുറിച്ചോർത്ത് സീത വിതുമ്പി വിതുമ്പി കരഞ്ഞു. ഹരേ രാമ.